ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ജാസ്മിനും ജാസ്മിന്റെ അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. നെക്സ്റ്റ് റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. മോളെ, നീ ഗെയിമിൽ ശ്രദ്ധിച്ച് കളിക്കണം, നീ ഇപ്പൊ കളിച്ച പോലെ തന്നെ നീ മുമ്പോട്ട് കളിക്കണം, വേറൊരു ചിന്തയും നിനക്ക് പാടില്ല, നീ മനോഹരമായിട്ട് കളിക്കുന്നേ, ഇനി അതുപോലെ കളിക്കണം, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും വെച്ചുകൊണ്ട് ഇരിക്കരുത്, ഒന്നും മനസ്സിൽ വെക്കരുത്, തകർത്ത് കളിക്കണം എന്ന് പറഞ്ഞുള്ള ഉപദേശമാണ്. ഈ ഉപദേശം കൊടുക്കുന്നതിനിടയിൽ ജാസ്മിൻ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്റെ അനിയൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ക്ലൂ കിട്ടിയാനേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇപ്പം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു, ജാസ്മിൻ ക്ലൂ ഒന്നും ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജാസ്മിൻ ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട്. ജിൻഡോ ഭയങ്കര കള്ളമാണ് പറയുന്നത്, ജിൻഡോ ഇവിടെ മൊത്തം കള്ളമത്തിലൂടെയാണ് കളിക്കുന്നത് എന്ന രീതിയിൽ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയുകയാണ്, അത് അദ്ദേഹത്തിന്റെ ഗെയിമല്ലേ, അദ്ദേഹം ആ ഗെയിമല്ലേ കളിക്കുന്നത്, ഗെയിമിന്റെ ഇടയ്ക്കല്ലേ ഇതൊക്കെ പറയുന്നത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ പറയുന്നത് ഇയാൾക്കെടുത്താൽ അദ്ദേഹം കള്ളവാ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുക. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു രീതിയിലും മോള് കേൾക്കുന്നത് വേറൊരു രീതിയിൽ. എന്നിട്ട് മോള് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുകയാണ്, അല്ലമ്മേ ഞാൻ എങ്ങനെയാമേ, ഞാൻ ഇതുപോലെ കള്ളമൊന്നും പറയത്തില്ലമ്മേ, ഞാൻ സത്യസന്ധമായിട്ടാണ് അമ്മ ഇവിടെ കളിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്, ഒരു കള്ളം പോലും പറയത്തില്ല. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, ഇന്നലെ ബിസ്ക്കറ്റിന്റെ ടാസ്കിന്റെ ഇടയിൽ ഞാൻ ഒരു കള്ളത്തരം കാണിച്ചു അമ്മേ, അത് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ എന്ന്. അതായത് ബിസ്ക്കറ്റ് അടിച്ചു മാറ്റി തിന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, അതൊരു കള്ളത്തരം, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ ലൈവ് കാണുന്ന പ്രേക്ഷകരെല്ലാം അറിയാം ജാസ്മിന്റെ കള്ളത്തരങ്ങൾ എന്താണെന്ന്. ജാസ്മിൻ കാണിക്കുന്ന കള്ളത്തരങ്ങൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ജാസ്മിൻ വന്നിട്ട് ജിൻഡോ വലിയ കള്ളനാണെന്നുള്ള കാര്യത്തിൽ പറയുക, ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റി തിന്നുന്നതും അവിടെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതും ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്നത്. അപ്സരയുമായിട്ടുള്ള വഴക്കിന്റെ ഇടയിൽ ഈ കള്ളത്തരം തന്നെയായിരുന്നു. അപ്സര പറഞ്ഞത് വേറൊന്നും, അവര് പറഞ്ഞത്, ഈ ജാസ്മിൻ പറഞ്ഞത് വേറൊന്നുമായിരുന്നു. അങ്ങനെയാണ് അവിടെ വഴക്കുണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പം പറഞ്ഞു വരുമ്പോൾ ജിൻഡോ മൊത്തം കള്ളനാണെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്ന മുമ്പ് ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ ആളാ. അതോടൊപ്പം തന്നെ ബിഗ് ബോസിന് തന്നെ അർത്ഥമില്ലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ അമ്മയോട് പറയുന്നത്. അമ്മയ്ക്ക് പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാം, മോൾ അത്രമാത്രം കള്ളം പറയുന്നുണ്ടെന്ന്. പക്ഷെ തുറന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, മോള് കള്ളമൊന്നും പറയുന്നില്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ.